ഹായ് ഓൾ. ഹലോ സാറേ, അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് തകൃതിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, JEE 21-ാം തീയതി JEE എക്സാം വരുന്നുണ്ട്. കുട്ടികൾ JEE എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നീറ്റിലെ കുട്ടികളും അതെ. മെയിലാണ് വരുന്നതെങ്കിൽ പോലും കുട്ടികൾ ഇപ്പോഴേ തന്നെ 3-4 റിവിഷൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആൽഫ ജീനിയസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിലെയും നമ്മുടെ റിപ്പീറ്റേഴ്സിന്റെയും സെക്കൻഡ് റൗണ്ട് റിവിഷൻ തുടങ്ങിയിരിക്കുകയാണ്. നീറ്റ് JEE ബാച്ച് റിപ്പീറ്റർ ബാച്ചിനും അതുകൂടാതെ തന്നെ ഇന്റഗ്രേറ്റഡ് ബാച്ചിനും സെക്കൻഡ് റൗണ്ട് റിവിഷൻ പ്രോഗ്രാം 26-ാം തീയതി മുതൽ തുടങ്ങാൻ പോവുകയാണ്. സാറേ, ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കുറച്ച് കുട്ടികൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമുക്ക് ഈ ഒരു ഫേസിൽ JEE പ്രിപ്പറേഷൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയാൽ സക്സസ് ആകുമോ എന്നുള്ള രീതിയിൽ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ എത്രയോ നാളുകൾക്ക് മുന്നേ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയതാണ്. അപ്പം ശരിക്കും മതിയാവോ സാറേ JEEയുടെ പ്രിപ്പറേഷൻ? ശരിക്കും മിസ്സേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു NCERT സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് മാത്രമേ JEEയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, ഉയർന്ന റാങ്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പം മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും NCERTയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ ഒരുപാട് ഡെപ്തിൽ ഓരോ ചാപ്റ്റർ ബേസും കുട്ടിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ NCERT ലെവലിൽ നല്ലൊരു സ്ട്രോങ് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ ശരിക്കും. അതെ, അപ്പോൾ ശരിക്കും ഫേസ് 1 അവർക്കിപ്പോൾ പ്രിപ്പയർ ചെയ്ത് എഴുതാം. എന്നിട്ട് അത് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഫേസ് 1 നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു കോൺഫിഡൻസോടുകൂടി എക്സാം അറ്റൻഡ് ചെയ്യുക. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ഡൗൺ ആവാതെ തന്നെ ഫേസ് 2ലേക്ക് വരുന്ന സമയത്ത് വീണ്ടും ഒരു 60 ഡേയ്സോളം കുട്ടികൾക്ക് കിട്ടും. അതിന് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം മാത്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു NCERT സ്ട്രോങ് ബേസ് ഉണ്ടാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അത് കൂടാതെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു 4 വർഷത്തെ ഒരു പ്രീവ്യൂയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ചോദിച്ചിരിക്കുന്നതെന്നൊരു ഐഡിയ കുട്ടികൾക്ക് കിട്ടും. അത് ബേസ് ചെയ്തുകൊണ്ട് പഠിക്കണം. ഇപ്പം പറയുകയാണെങ്കിൽ മെട്രിക്സിലാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻസ് മെട്രിക്സിൽ കെയ്ലി ഹാമിൽട്ടൺ തിയറം, അതുപോലെ തന്നെ ക്രാമേഴ്സ് റൂള്, അങ്ങനെ NCERTയിൽ നിന്ന് ഡെപ്തായിട്ട് കുറേ സിലബസ് ഇതിലുണ്ട്. അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതെന്നുള്ളത് PYQs നോക്കിയ കുട്ടികൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പം ശരിക്കും ഇതിൽ കൂടുതലും ഗുണം കിട്ടുന്നത് ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ച കുട്ടികൾക്ക്. ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ഇപ്പം നമ്മളൊക്കെ ഇവിടെ ആൽഫ ജീനിയസിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികൾ ഫസ്റ്റ് വരുന്ന അപ്പം തന്നെ കുട്ടികൾ NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഒരു 10-20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിപ്പിക്കുക. കൂടെ NCERTയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ഡെപ്തിലുള്ള സിലബസുകളിലേക്ക് JEE ഒക്കെ പോയതിന് ശേഷം അതേ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടികളെ ഒരു 30-35 ക്വസ്റ്റ്യൻസ് JEE അപ്പോഴേ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ അവസാനം ആകുമ്പോഴേക്ക് കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് വരുള്ളൂ. അപ്പം ശരിക്കും നമ്മളിത് +1 +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യണം. കാര്യം സാറേ, അല്ലെങ്കിൽ അകത്തെ പ്രശ്നം അവരുടെ പ്രാക്ടിക്കൽ എക്സാംസ് വരും, അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം, ബോർഡ് എക്സാം. അപ്പോൾ ആ സമയത്ത് അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം വളരെ കുറവായിരിക്കും. ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ജനുവരി മിക്കവാറും 10-15 ദിവസം പ്രാക്ടിക്കൽ എക്സാമിന് പോകും. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരിയിൽ കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ മാർച്ചിൽ ബോർഡ് എക്സാമായി. അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ വേണം കുട്ടികൾ ഇത്. അപ്പോൾ സ്ട്രോങ് ബേസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ബേസിൻ്റെ മുകളിൽ നിന്ന് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. അതാണ് സാറേ, നീറ്റിൻ്റെ കാര്യം പറയുമ്പോഴും ഏകദേശം അതുപോലെ തന്നെയാണ്. ഓക്കെ, നീറ്റ് അതെ മെയ് വരെ ഉണ്ട് സമയം. എന്നിരുന്നാൽ പോലും ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിൽ ജോയിൻ ചെയ്യുന്ന ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ്, അതായത് ആദ്യത്തെ ക്ലാസ് മുതൽക്ക് തന്നെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷൻ ആയിരിക്കണം. അല്ലാതെ ഈ പറയുന്ന പോലെ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു നീറ്റിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ നടക്കുന്ന കാര്യമാണ്. റിപ്പീറ്റർ ബാച്ചിനാണെങ്കിൽ നമുക്കിപ്പോൾ JEE ആണെങ്കിൽ കുട്ടികളെ നമുക്കൊരു ഏപ്രിൽ മാസത്തോടു കൂടി ഏപ്രിൽ ലാസ്റ്റ് ആവും റിപ്പീറ്റർ ബാച്ച് തുടങ്ങാം. ഏപ്രിൽ ലാസ്റ്റ് മുതൽ ജനുവരി വരെ എന്ന് പറഞ്ഞിട്ട് ഒരു 180 ഡേയ്സേ കുട്ടികളെ റിപ്പീറ്റർ ബാച്ചിൽ തന്നെ കിട്ടുന്നുള്ളൂ. JEE പറയുകയാണെങ്കിൽ നേരത്തെ നീറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 240-260 ഡേയ്സോളം കുട്ടികളെ കിട്ടും. പക്ഷേ എന്നാലും നമ്മളൊരു മിസ് നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതെ, ഇപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് സാറേ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടുതൽ കുട്ടികളും ഈ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിലൂടെ പഠിച്ചു വന്ന് ഫസ്റ്റ് ചാൻസ് തന്നെ കയറുന്നതായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും അത് തന്നെയാണ് നല്ലത്.
ജീവിതത്തിൻ്റെ ഒരു വർഷം മാറ്റി വയ്ക്കുന്നതിനേക്കാളും ഒരു നല്ല വർഷം മാറ്റി വെക്കുന്നതിനേക്കാൾ ഇന്റഗ്രേറ്റഡിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ വേറൊരു കാര്യമുണ്ട്, എന്തെങ്കിലും കാരണവശാൽ ഫസ്റ്റ് ചാൻസ് കിട്ടിയില്ല എങ്കിൽ പോലും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തു വരുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു 80% നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരികയാണെങ്കിൽ റിപ്പീറ്റേഴ്സിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കാം. പിന്നെ കുട്ടികളുടെ സ്വപ്നം എന്ന് പറയുന്നത് എയിംസ്, ജിപ്മർ അങ്ങനെയൊക്കെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോളേജുകളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ +1 തുടങ്ങുമ്പോൾ തന്നെ JEE ആണ് അല്ലെങ്കിൽ നീറ്റാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സ്റ്റേജിൽ തന്നെ ഇവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം എന്നുള്ളത് തന്നെയാണ്. അല്ല സാറേ, അതുപോലെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? JEEയും നീറ്റും ഏതെങ്കിലും എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന് കുട്ടികളെ ടാർഗറ്റ് ചെയ്യുക. JEE ആണെന്നുണ്ടെങ്കിൽ JEE. കുട്ടികൾക്ക് എന്ത് തന്നെയായാലും ഓരോരുത്തർക്കും ഒരു ഇൻബോൺ ടാലൻറ്റ്, ഒരു ഇൻബോൺ സ്കില്ലുണ്ടാവും. അത് ഒരു 10ാം ക്ലാസ്, ഒരു 10th സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ ഒരു ടോപ്പറിലെത്തും, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അതിൻ്റെ ടോപ്പറിലെത്തും എന്നൊക്കെ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഒരു സ്പാർക്ക് ഉണ്ടാവും. അത് തിരിച്ചറിയലാണ് ഒരു കുട്ടി ആദ്യം ചെയ്യേണ്ടത്. അതിനനുസരിച്ച് അവൻ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു പാരൻസിന്റെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അതായത് കുട്ടികൾക്ക് ഏതിലാണോ താല്പര്യം അതിലേക്ക് തന്നെ തിരിച്ചുവിടുക. ഇപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ജോയിൻ ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കുഞ്ഞിനെ ഏത് ഫീൽഡിലേക്ക് തിരിച്ചുവിടണം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് JEE അതുപോലെ നീറ്റ് സെപ്പറേറ്റ് ബാച്ചുകളായിട്ട് നമ്മുടെ ആൽഫയിൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളുണ്ട്. അതെ, അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഒരു JEE ആസ്പയറൻ്റ് ആണ്, നീറ്റ് ആസ്പയറൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവസാന നിമിഷം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാതെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. +1 ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യമേ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നല്ല റിസൾട്ട് നമുക്ക് സ്കോർ ചെയ്യാം, അല്ലേ സാറേ? തീർച്ചയായും. ഓക്കെ. സോ ഇപ്പോൾ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക്, JEE നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.